ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞ് ശ്രുതി പുറത്തു ആയല്ലോ. അങ്ങനെ വർഷയേക്കായാലും ഏറ്റവും കൂടിയ ഒരു പണക്കാരിയെ കൊണ്ട് ശ്രുതിയെ വിവാഹം കഴിപ്പിക്കാനാണ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത പ്ലാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വർഷയേക്കായാലും ഇരട്ടിയായിട്ട് പണമുള്ള ഒരു കോടീശ്വരന്റെ മകള് നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ വന്ന് പെടുന്നത്. അങ്ങനെ അവളെ കൊണ്ട് നമ്മുടെ ശ്രുതിയെ വിവാഹം കഴിപ്പിക്കുന്ന സൂപ്പർ ഒരു എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പൊ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ ശ്രുതി വീടിന് പുറത്തായിട്ടുണ്ടല്ലോ. അച്ഛമ്മ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പണത്തിനല്ല വീട്ടില് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു മരുമകളെ ഒരിക്കലും പുറത്താക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ മുട്ടുകുത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും ചന്ദ്രോദയത്തിൽ നുളഞ്ഞു കയറുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതിയും തമ്മിൽ അകറ്റി ശ്രുതിയെ നൈസായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുശേഷം ശ്രുതിക്ക് നല്ലൊരു പണക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള ലക്ഷ്യം കൊണ്ടൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതി ഇപ്പം നടക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിന്റെ ഓണറായ പ്രിയ ഉണ്ടല്ലോ, പ്രിയ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രിയയും ശ്രീകാന്തും കൂടി വർക്ക് ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഹൈ ലെവലിൽ പോവാണ്. വീണ്ടും ആയിട്ട് പല ബ്രാഞ്ചസുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ നമ്മുടെ വർഷയ്ക്കും അത്ര പ്രിയയോട് അടുപ്പം പോരാ. കാരണം ശ്രീകാന്ത് കാരണമാണ് ഈ റെസ്റ്റോറൻറ്റിന് ഇത്രയും ഉയർച്ച എത്തിയെന്ന് വർഷ പറയുന്നുണ്ടെങ്കിലും പ്രിയ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. കാരണം ഇത് തൻ്റെ പ്രയത്നം കൊണ്ടാണ്, തൻ്റെ ഹാർഡ് വർക്കും കൊണ്ടാണ് ഈ ബിസിനസ് എല്ലാം ഇത്രയും ഡെവലപ്പ് ആയത്. അതിനകത്ത് ഒരിക്കലും ശ്രീകാന്തിന്റെ പങ്കില്ലെന്ന് വർഷയുടെ മുഖത്ത് നോക്കി പ്രിയ ഒരു തവണ പറയുകയുണ്ടായിട്ടോ. അങ്ങനെ വർഷ ഒഴികെ ബാക്കി എല്ലാവർക്കും പ്രിയയുടെ വരവ് ഭയങ്കര സന്തോഷത്തിലാവുകയാണ്. പ്രിയ വന്ന് കയറുന്നത് രവിയാണ് കാണുന്നത്. അങ്കിൾ എവിടെ, ശ്രീകാന്ത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അവൻ മുകളിലുണ്ട് മോളെ, കയറി വാന്നും പറഞ്ഞ് രവിയും സ്വീകരിക്കുന്നുണ്ട്. ഈ സമയം പ്രിയ രവിയോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ശ്രീകാന്തിനെ ഒന്ന് വിളിക്കുവോന്നേ. ഇത് കേട്ടിട്ടാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, നീ എന്തിനാ ശ്രീകാന്തിനെ കാണുന്നത്? അതെ, ശ്രീകാന്തിനോടും നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നുണ്ട്, അതെ, നിന്റെ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്റെ ആരും ഇല്ലല്ലോ. തന്നെയല്ല, ശ്രീകാന്ത് ജസ്റ്റ് നിന്റെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരൻ. പിന്നെന്തിനാണ് നീ ഞങ്ങളെ എല്ലാവരോടും ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നേനെ? എന്നാൽ രവി ചോദിക്കുന്നുണ്ട്, പക്ഷേ നീ എൻ്റെ വീട്ടിൽ കയറി വന്നവരോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്നാൽ ഇതൊന്നും നമ്മുടെ പ്രിയ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രിയയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി, പ്രിയോ മോള് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതിയെ കണ്ട ഉടനെ തന്നെ പ്രിയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. പിന്നെ ഭയങ്കര ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സംസാരവും സോപ്പിങ്ങും ഒക്കെയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷവുമാണ്. നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണല്ലോ വളർന്നു വന്നിരിക്കുന്നത്, ഇത്രയും പണമുള്ളതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷയെ ഒരു നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ ബാക്കി ആക്ടിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്നേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെ, പ്രിയമോക്ക് എന്താ ഇങ്ങോട്ടേക്ക് വന്നൂടെ? വർഷേ, നീ ഒന്നും മിണ്ടാതിരുന്നേ, മോൾ ഇവിടെ ഇരി, വന്ന കാര്യം എന്തായാലും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പറയാമെന്നും പറഞ്ഞ് നമ്മുടെ പ്രിയനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പ്രിയോ ഇതിപ്പോ വന്നു, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. വർഷേനെ ഒരു നോട്ടം നോക്കിയിട്ട് പ്രിയ പറയുന്നുണ്ട്, അത് ശ്രീകാന്തെ, നീ കാരണമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഇത്രയും ഡെവലപ്പായത്. നിൻ്റെ പുതിയ പുതിയ ഡിഷസും നിൻ്റെ ആ റെസ്റ്റോറൻറ്റിനോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ് ഇത്രയും വലിയ ഏൺ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു തന്നെ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ കേട്ടോ, നമ്മുടെ ശ്രീകാന്ത് കാരണമാണ് എല്ലാം ഉണ്ടായതെന്നേ. എന്നാൽ അധികം എക്സ്പ്രഷനൊന്നും ഇല്ലാതെ നമ്മുടെ രവി ചിരിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വീണ്ടും
പ്രിയ പറയുന്നുണ്ട്, ശ്രീകാന്തെ, എൻ്റെ അച്ഛനാണ് ഇന്ന് എന്നെ വിളിച്ച് ഒരുപാട് അഭിനന്ദിച്ചു. ഇത്രയും ചെറുപ്രായത്തിൽ ശ്രീകാന്ത് കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റി. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഈ സമയം വർഷ ഇടയിൽ കയറി പറയുന്നുണ്ട്. ആ, ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് അന്നും പറഞ്ഞത്. ശ്രീകാന്ത് തന്നെയാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന്. അപ്പം നിങ്ങൾ എന്നോട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം നിങ്ങളുടെ വാ കൊണ്ട് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നല്ലോ എന്നേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നേ. എന്നാൽ പ്രിയ പറയുന്നുണ്ട്, അല്ല ശ്രീകാന്തേ, ഇറ്റ്സ് ഓക്കെ, വർഷയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇത്രയും ചെറുപ്രായത്തിൽ ഇത്ര ഏൺ ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ്. അല്ലാതെ ശ്രീകാന്തിന് ഇതിനകത്ത് എഫേർട്ടൊന്നും ഇല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെയും കൂടെ ഒരു ആത്മാർത്ഥതയും കഠിനാധ്വാനം കൊണ്ടാണല്ലോ ഈ സംരംഭം ഇത്രയും വലുതായത്. ഒരിക്കലും ഒരാൾ കാരണം ഒരു ബിസിനസ്സും ഡെവലപ്പ് ആവില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവുന്നു. ശ്രീകാന്തിൻ്റെ ടാലൻറ്റുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രിയ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ പ്രിയ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത് ശ്രീകാന്തിന് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന്. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏയ് പ്രിയ, എന്താ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ സമയത്ത് വർഷ അങ്ങനെ സംസാരിച്ചതെങ്കിൽ ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടതെന്നേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അങ്ങ് ദേഷ്യമാണ് വരുന്നത്. എന്നാൽ ഇടയിൽ കയറിയിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ ശ്രീകാന്തെ, എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? വർഷ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ലമ്മേ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്നേ. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, യെസ്, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇനി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയാനാണ് ഞാൻ വന്നതെന്ന്. രവി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എന്താന്ന് വെച്ചാൽ കാര്യം പറ. അങ്കിൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു 4 റെസ്റ്റോറൻറ്റുകളുണ്ട്. അതെല്ലാം നല്ല ഹൈ ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ ബ്രാഞ്ചസുകളും കൂടി ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ആഹാ, കൊള്ളാലോ പ്രിയ, കൺഗ്രാജുലേഷൻസ് എന്നേ. അപ്പോൾ വർഷ ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്തെ, അവരുടെ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്നതിന് നമുക്കെന്താണ് ഇത്ര സന്തോഷിക്കാനുള്ളതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. വർഷേ, നീ ഒന്നും മിണ്ടാതിരിക്കുവോന്നേ. അപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വർഷേ, അത് നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. എന്നാൽ വലിയൊരു ഹാപ്പി ന്യൂസാണ്. ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചസിൻ്റെയും വർക്കിംഗ് പാർട്ട്ണറായിട്ട് ശ്രീകാന്തിനെ നിയമിച്ചിരിക്കുന്നുവെന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്നങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ചന്ദ്രമതി ആണെങ്കിൽ സുധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സുധി, ഇവർ എന്തൊക്കെയായി പറയുന്നതെന്ന്. അമ്മേ, പ്രിയ പറയുന്നത് ഇവരുടെ എല്ലാ റെസ്റ്റോറൻറ്റുകളെയും വർക്കിംഗ് പാർട്ട്ണറായിട്ട് ശ്രീകാന്തിനെ ഉൾപ്പെടുത്താൻ പോവാണെന്നേ. എന്നിട്ട് സുധിയാണെങ്കിൽ പ്രത്യേകം പ്രിയയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് പാർട്ട്ണറായിട്ട് ശ്രീകാന്തിനെ നീ ചേർക്കുമ്പോൾ അതിനകത്ത് ശ്രീകാന്ത് പണം ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ. ഏയ്, നോ നോ നോ, ഇത് ശ്രീകാന്തിൻ്റെ ഏറ്റവും വലിയ ടാലൻ്റാണ് ഞങ്ങളുടെ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഈക്വൽ ഷെയറും ശ്രീകാന്തിന് കിട്ടുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആഹാ, അതെന്തായാലും നന്നായി. ശ്രീകാന്തിൻ്റെ കഴിവിനനുസരിച്ചിട്ട് ശ്രീകാന്തിൻ്റെ ആത്മാർത്ഥതയ്ക്കും കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഇതെന്ന് ഈ സമയം സച്ചി പറയുന്നുണ്ട്. ഏയ് രേവതി, നീ ധൃതി വെക്കാതെ. അതെ, ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഓരോരുത്തരെ കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. അവരെല്ലാം മാക്സിമം പണിയെടുപ്പിച്ചതിന് ശേഷം പിന്നെ ആവുമ്പോഴേക്കും ഒരു പ്രോഫിറ്റും കൊടുക്കാതെ വെറും കരിയാപ്പില പോലെ എടുത്ത് പുറത്ത് കളയുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സച്ചി പ്രിയയോടായിട്ട് പറയുന്നുണ്ട്. എന്നാ പ്രിയ പറയുന്നുണ്ട്, ഏയ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് യാതൊരു സംശയവും വരാതിരിക്കാൻ അതിൻ്റെ എല്ലാ ഡോക്യുമെൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീകാന്തിൻ്റെ ഞങ്ങളെ ബിസിനസ് പാർട്ട്ണറായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള എല്ലാ പേപ്പേഴ്സും ഉണ്ടെന്നും പറഞ്ഞിട്ട് പേപ്പറെല്ലാം എടുക്കുകയാണേ. അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രിയ, എന്താ ഇതൊക്കെയെന്നേ? അല്ല ശ്രീകാന്തെ, വർഷ പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ ശ്രീകാന്തിൻ്റെ
ടാലൻറ്റ് മനസ്സിലാക്കാതിരുന്നിട്ടില്ല. ശ്രീകാന്തിൻ്റെ ടാലൻറ്റും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഉയരത്തിലെത്തുള്ളെന്നും എനിക്കറിയാമെന്ന്. അങ്ങനെ പ്രിയ പറയുന്നുണ്ട്, അങ്കിൾ ആൻറ്റി ഇങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ട് ശ്രീകാന്തിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തോളൂന്നേ. എന്നാൽ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അങ്ങ് ചാടി എഴുന്നേക്കാൻ നോക്കുവാണേ, ഇത് മേടിക്കാനുള്ള ധൃതിയിൽ. എന്നാൽ രവി പറയുന്നുണ്ട്, അല്ല മോളെ, എന്തായാലും ഞങ്ങൾ ശ്രീകാന്തിൻ്റെ മാതാപിതാക്കളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ അനുഗ്രഹവും ഒപ്പം പ്രാർത്ഥനയും അവനോടൊപ്പം ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യയായിട്ട് വർഷ ഇവിടെ ഉണ്ടല്ലോ. ഇനി എല്ലാ കാര്യങ്ങൾക്കും ശ്രീകാന്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനും ആലോചിക്കാനും സപ്പോർട്ട് ചെയ്യേണ്ടത് വർഷയാണ്. അപ്പോൾ വർഷയുടെ കയ്യിലേക്ക് ആ ഡോക്യുമെൻറ്റ്സ് കൊടുത്തോളൂന്നേ. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. താങ്ക്സ് അങ്കിളിന് വർഷ പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ ആ ഡോക്യുമെൻറ്റ്സ് നീട്ടുന്ന സമയത്ത് വർഷയാണെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെ മേടിക്കാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടേ. എന്താ വർഷേ നീ അതിങ്ങനെ മേടിക്കാതെ നിൽക്കുന്നതെന്നേ, ഇത്രയും വലിയ അനുഗ്രഹം നമ്മുടെ ശ്രീകാന്തിന് വന്നു ചേർന്നിട്ടും നീ എന്താ ഇങ്ങനെയെന്നേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി ധൃതി വെക്കാതെ, ശ്രീകാന്തിനെ ഇപ്പോൾ ബിസിനസ് പാർട്ട്ണർ ആക്കാൻ തന്നെ കാരണക്കാരി ഞാനാണെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര വയ്ക്കുന്നുണ്ട്, ആഹാ അങ്ങനെ ഒരു കാര്യമുണ്ടോ, അതെന്താണെന്നേ. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, അതെ ആൻറ്റി, വർഷ കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നതുപോലും. കാരണം ഒരു തവണ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ശ്രീകാന്താണ് ഇതിന് പിന്നിൽ എല്ലാത്തിനും സക്സസിന് കാരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു ഈഗോയൊക്കെ ഉണ്ടായി. ഫോറിനിൽ നിന്ന് പഠിച്ചു വന്നിട്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എല്ലാം സപ്പോർട്ട് ചെയ്തും കൂടെ നിന്നും ചെയ്തു തന്നത് ശ്രീകാന്താണ്. പിന്നീടാണ് ഞാൻ ആലോചിച്ചപ്പോൾ ശ്രീകാന്തിൻ്റെ ആ എഫേർട്ടും ടാലൻറ്റും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വർഷ പറഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് പ്രിയയും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വർഷയുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് വീണ്ടും പ്രിയ പറയുന്നുണ്ട്, എന്തായാലും വർഷയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് ശ്രീകാന്തിൻ്റെ ലക്കാണ്. കാരണം ഒരിക്കലും തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാതെ ഭർത്താവിന് വേണ്ടി മനസ്സിലാക്കി സംസാരിച്ചു കൊണ്ടാണ് വർഷേ എനിക്കിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോന്നേ. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, ഏയ് ഇല്ലാന്നേ. എന്തായാലും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പക്വതയോടുകൂടി ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെക്കുറിച്ചൊക്കെ സംസാരിച്ച നിങ്ങൾ ഒരുപാട് നല്ലവരാണ്. നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ആരാണെങ്കിലും അവൻ ഭാഗ്യവാനാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നാൽ പ്രിയ പറയുന്നുണ്ട്, ഏയ് ഞാനിപ്പോൾ എൻ്റെ വിവാഹത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ബിസിനസ്സാണ്. ഞങ്ങളുടെ ബിസിനസ് ഡ്രീം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ മുഴുവൻ ഒരു 100 ബ്രാഞ്ചസ് എങ്കിലും ഓപ്പൺ ആക്കണം. അതാണ് എൻ്റെ വലിയ ഡ്രീം എന്നേ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എന്തായാലും ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, നല്ല കുട്ടിയാണെന്നൊക്കെ രവിയും പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ ആണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട്, ഡോക്യുമെൻ്റ് മേടിച്ചിട്ട് ശ്രീകാന്തിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് തരാനേ. എന്നാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് വർഷ അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആണെങ്കിലും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ ഇതെന്തായാലും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ നടക്കണ്ടേ, നമുക്ക് നമ്മുടേതായ രീതിയിൽ അങ്ങ് പോയാൽ പോരേനെ. എന്നാൽ വർഷ പറയുന്നുണ്ട്, ഇത്രയും ശ്രീകാന്തിനെ വിശ്വസിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അവരൊരുപാട് ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നതല്ലേ. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവാനായിട്ട് കുറേ ടൈം എടുക്കുമല്ലോ, അതുവരെ ഈ രീതിയിൽ അങ്ങ് പോട്ടെ. എന്തായാലും ശ്രീകാന്ത് സൈൻ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ വർഷ ചെയ്യുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രിയയുടെ അടുത്ത് പോയിരുന്നങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി പ്രിയയോടായിട്ട് ചെന്ന് പറയുന്നുണ്ട്, എന്തായാലും ഇനി പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷവുമാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരുപാട് പണമൊക്കെ വേണ്ടേന്നേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഒരു 2-2.5 കോടിയെങ്കിലും ആവശ്യമായി വരുമെന്നേ. എന്നാൽ പ്രിയ പറയുന്നുണ്ട്, ഏയ് നോ, ഒരു 10-15 കോടിയെങ്കിലും മിനിമം സ്റ്റാർട്ടിങ്ങിന് വേണമെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തള്ളിപ്പോവാണ്.
അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ഇത്രയും കോടി പൈസയൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിക്കുമെന്നേ. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, ഓ അതല്ലേ, എന്നിൽ ഇപ്പോൾ ഡാഡിക്ക് നല്ല വിശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഡിയാണ് എന്നോട് പറഞ്ഞത്. 20 കോടി രൂപയൊക്കെ അല്ലേ, ഞാൻ ഇന്ന് ചോദിച്ചാൽ നാളെ തന്നെ ആ പൈസ എനിക്ക് ഡാഡി തരുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സുധിയും. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, 20 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് തരുമെന്നോ? ഇത് എണ്ണി തീർക്കാൻ തന്നെ എത്ര ദിവസം വേണ്ടി വരുമെന്നേ. എന്നാൽ പ്രിയ ആണെങ്കിൽ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി പുറകെ നിൽക്കുന്നത് ചന്ദ്രമതി കാണുന്നത്. ആ എന്തായാലും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ബിസിനസ്സും കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും മിടുക്കിയാണെന്നൊക്കെ പറയാണേ. എന്തായാലും ഇതാണ് പണം ഉണ്ടെങ്കിലുള്ള മെച്ചം. പിന്നെ ഇവിടെ ചിലരെ പൈസയുണ്ട്, വലിയ അവിടെ മലേഷ്യയിലുണ്ട്, അവിടെയുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പൊങ്ങച്ചം പറയും. എന്നാൽ കാര്യത്തോടടുത്ത് കഴിയുമ്പോഴാണ് ചിലരുടെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ വെളിച്ചത്ത് വരുന്നതെന്ന്. ആ കുറേ ദരിദ്രവാസികൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ആരുടെ തലയിൽ കയറാന്നോർത്ത് നടക്കുകയാണല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്കിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീണ്ടും പ്രിയയോടായിട്ട് ചന്ദ്രമതി വിവാഹത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ പ്രിയ പറയുന്നുണ്ട്, ആൻറ്റി ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ബിസിനസ്സാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. എനിക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ വിവാഹത്തെക്കുറിച്ചിട്ട് സങ്കല്പിക്കുക പോലും ഉള്ളൂന്നേ. ഇങ്ങനെ പ്രിയ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് ചന്ദ്രമതി ഒരു നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയയും ശ്രുതിയെയും മാറി മാറി ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ വർഷയാണ് ഇപ്പൊ ഏറ്റവും വലിയ പണക്കാരി എന്നും പറഞ്ഞ് ഇതിൽ നടക്കുന്നത്. അവൾ ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ ഈ നിൽക്കുന്ന പ്രിയ ആണെങ്കിൽ അതിൽ ഒരു 10-15 ബ്രാഞ്ചുകളും കൂടി ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എന്തായാലും വർഷയേക്കായാലും കോടീശ്വരിയാണ് ഇവള്. എന്തായാലും ആ പാർലർകാരിയെ ഒഴിവാക്കിയിട്ട് എൻ്റെ മോന് ഇവളെ കൊണ്ടങ്ങ് വിവാഹം കഴിപ്പിച്ചാലോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയയും ശ്രുതിയും മാറി മാറി നോക്കിയിട്ട് ചന്ദ്രമതിയാണെങ്കിൽ അവരുടെ വിവാഹം വരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ നിന്ന് സ്വപ്നം കാണുന്നുണ്ട്. പരസ്പരം മാലയിട്ട് നിൽക്കുന്നതും ചന്ദ്രമതിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതൊക്കെ അവിടെ നിന്നങ്ങ് കിനാവ് കാണുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുന്ന ചന്ദ്രമതിയോട് പ്രിയ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ആൻറ്റി ആലോചിക്കുന്നതെന്നേ. ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ ഇടയ്ക്ക് നീ വിവാഹത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം. അതും നീ വലിയ പഠിച്ച പെൺകുട്ടിയൊക്കെ അല്ലേ, പോരാത്തതിന് ഇപ്പൊ വലിയ ബിസിനസ്സുകളും നടത്തുന്നു. അതുപോലെ തന്നെ നിനക്ക് യോജിച്ച നല്ല പഠിപ്പും നല്ല ബിസിനസ്സുകാരനെയും നോക്കി വിവാഹം കഴിക്കണമെന്ന് പറയാനേ. നമ്മുടെ ശ്രുതിയെ മനസ്സിൽ കണ്ടിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴേക്ക് പ്രിയ പറയുന്നുണ്ട്, ശരി ആൻറ്റി, നല്ലതായിട്ട് ഒത്തുവന്ന അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറയുന്നുണ്ട്. ഇതോടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിൽ 2 ലഡു പൊട്ടിയ സന്തോഷമാണ്. അങ്ങനെ പ്രിയ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നല്ല കുട്ടിയല്ലേടാ എന്ന്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, അതേമ്മേ ബിസിനസ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പ്രിയയുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയ കാരണം കൂടിയാണ് എൻ്റെ ടാലൻറ്റുകൾ എനിക്ക് ഇത്രയും പുറത്തെടുക്കാൻ പറ്റി, അത്രയും ഫ്രീ ആന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ എന്തായാലും ആ പ്രിയയ്ക്ക് നല്ല ഒരു കുടുംബത്തിലേക്കും നല്ല ഒരു ബിസിനസ്മാനായ ഒരു പയ്യനെയും കിട്ടട്ടെ എന്നൊക്കെ. എന്തായാലും പണക്കാരിയാണെങ്കിലും അവിടെ ഒരു അഹങ്കാരം ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നുണ്ട്, ഏയ് പണത്തിൻ്റെതായ അഹങ്കാരം അവൾക്ക് നല്ല രീതിയിലുണ്ടെന്നേ. എന്നാൽ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ അത്രയും അഹങ്കാരം മറ്റാർക്കും ഇല്ലെന്നേ. അങ്ങനെ വർഷയെ നോക്കി ഇങ്ങനെ തറപ്പിച്ച് നോക്കിയിട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ.
അങ്ങനെ പിന്നീടായിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ ലക്ഷ്യം മുഴുവൻ എങ്ങനെയെങ്കിലും ശ്രുതിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം, ശ്രുതിയുമായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കണം, എത്രയും പെട്ടെന്ന് പ്രിയയുമായിട്ട് നമ്മുടെ ശ്രുതിയുടെ വിവാഹം നടത്തണമെന്നൊക്കെയുള്ള സ്വപ്നം കൊണ്ടൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതിയുടെ നടപ്പ്. അങ്ങനെ നേരെ നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് വക്കീലുമായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ള ചന്ദ്രയുടെ കുതന്ത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.